പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെമ്പുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ അഥവാ അധികാരത്തെ തകർക്കും. ദൈവം ആരോടത് പറയുന്നത്? ദൈവം സാത്താനോട് പറയുകയാണ്, നിന്റെ തലയെ തകർക്കുന്നത് ആരാണ്? ലോക ചരിത്രത്തിൽ സ്ത്രീയുടെ സന്തതിയായി വന്നത് ആര് മാത്രമേ ഉള്ളൂ? യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സ്വർഗം തരാനിരിക്കുന്നത്? ഒരു വ്യാജ ദൈവങ്ങളും ഈ ലിസ്റ്റിൽ ഇല്ലല്ലോ. സ്ത്രീയുടെ സന്തതിയായി അവൻ വന്ന് നിന്റെ തലയെ തകർക്കുമെന്ന് ദൈവം പറഞ്ഞ അടയാളം എന്തേ മനുഷ്യൻ എടുക്കുന്നില്ല? പാപം ജനിച്ച ഉടനെ രക്ഷയെപ്പറ്റി ദൈവം സ്വർഗം സംസാരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മേൽവിലാസം തന്നില്ലേ? ഐഡൻറ്റിറ്റി കാർഡ് തന്നില്ലേ? രക്ഷകനെയും ദൈവത്തെയും മിശിഹായെയും ക്രിസ്തുവിനെയും സാത്താൻ്റെ തലയെ തകർക്കുന്നവനെയും അറിയാനുള്ള ഐഡൻറ്റിറ്റി ദൈവം അപ്പോഴേ തന്നതല്ലേ? ആരാണത്? സ്ത്രീയുടെ സന്തതിയാണ്. ലോക ചരിത്രത്തിൽ ആരുണ്ട് സ്ത്രീയുടെ സന്തതി? ഹവ്വ പോലും സ്ത്രീയുടെ സന്തതിയല്ല. ആദാം സ്ത്രീയുടെ സന്തതിയല്ല. ഇവർ രണ്ടുപേരുമേ ദൈവം നേരിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇവർ രണ്ടുപേരും സ്ത്രീയുടെ സന്തതിയല്ല. ആദാമും ഹവ്വയും സ്ത്രീയുടെ സന്തതിയല്ല. ലോക ചരിത്രത്തിൽ മാതാപിതാക്കന്മാരില്ലാതെ വന്ന 3 പേരാണ്. ആരൊക്കെയാണ്? ആദവും ഹവ്വയും യേശു ക്രിസ്തുവും. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്ന അർത്ഥത്തിൽ എടുക്കാവുള്ളൂ. ഇപ്പോൾ പറയുന്നതിനപ്പുറത്തേക്ക് പോകരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇതിനകത്ത് സ്ത്രീയുടെ സന്തതി ആര് മാത്രമാണ്? യേശു ക്രിസ്തു മാത്രമാണ്. വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ? വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ? എന്തിനാ കിടന്ന് പതറുന്നേ? ദൈവം ഈ പിശാച് വഴിതെറ്റിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവം നേരത്തെ തന്നെ കൃത്യമായ അടയാളം പറഞ്ഞില്ലേ? ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അടയാളം പറഞ്ഞില്ലേ? രക്ഷകൻ്റെ അടയാളം പറഞ്ഞില്ലേ? ആരാ പാപം കൊണ്ടുവന്നേ? സാത്താൻ. അപ്പം സാത്താൻ്റെ അധികാരത്തെ തകർക്കുന്നതിനെ പറ്റിയല്ലേ പഠിക്കേണ്ടതുള്ളൂ ഇനി? അല്ലേ? ആണോ? ദൈവത്തിൻ്റെ അഡോപ്ഷൻ, ദത്തുപുത്രത്വത്തെ നശിപ്പിച്ചതാരാ? സാത്താൻ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ അധികാരം നശിപ്പിക്കുന്നതിനെ പറ്റിയല്ലേ ഇനി പറയേണ്ടത്? അങ്ങനെ ദൈവം പറഞ്ഞില്ലേ? പറഞ്ഞു. ആരാ തല തകർക്കുന്നത്, അധികാരം തകർക്കുന്നേ? സ്ത്രീയുടെ സന്തതി. അത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? ഇനി എന്തിനാന്നേ വേറെ അന്വേഷിച്ച് പോകുന്നേ? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആരാണ് സ്ത്രീയുടെ സന്തതി? അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ അവൻ അദൃശ്യനാ, പക്ഷെ അവൻ സന്തതിയായി വരുമ്പോൾ അവൻ ദൃശ്യനായിരിക്കും എന്ന് പറഞ്ഞു. ദൈവം ദൃശ്യനായി വരുമെന്ന് ബൈബിൾ പറഞ്ഞു. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 1:1 മുതൽ ഒന്ന് വായിച്ച്. 1 യോഹന്നാൻ 1:1 മുതൽ. ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും
കൈകൊണ്ട് സ്പർശിച്ചതുമായ. ആദ്യം മുതലുണ്ടായിരുന്നു, അന്ന് അദൃശ്യനായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു, കൈകൊണ്ട് തൊട്ടു, കേട്ടു, കണ്ടു. ദൃശ്യനായി വന്നൊരു ദൈവം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14 വചനം മാംസമായി മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു വസിച്ചു. വചനം കൂടാരമടിച്ചു. എന്താണ് ആ കൂടാരം? തുകൽ കൊണ്ടുണ്ടാക്കിയതാണോ? അല്ല. പിന്നെയോ മനുഷ്യ ശരീരം കൊണ്ടുണ്ടാക്കിയ കൂടാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ആദിയിൽ, അത് തന്നെയാണ് യോഹന്നാൻ 1:1 പറയുന്നത്. ആദിയിലുണ്ടായിരുന്നത് ഇപ്പോൾ ദൃശ്യമായി വന്നു, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു. അതുകൊണ്ട് സൂക്ഷിച്ചു വീക്ഷിച്ചതാണ്, കണ്ടതാണ്, ഞങ്ങൾ ഉറപ്പാക്കിയതാണ്, ഞങ്ങളിതാ സാക്ഷ്യം പറയുന്നു. അവൻ്റെ ദൈവത്തെ നിഷേധിക്കുന്ന ദൈവനിഷേധത്തിൻ്റെ പാപത്തെപ്പറ്റി ഗലാത്യ ലേഖനം 1:7-9 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് വരും, ഇപ്പം നമ്മളെ തുറക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ കുറിച്ച് വെച്ചോളൂ. ഗലാത്യ 1:7-9. ഹല്ലേലൂയ. ലോകത്തിലെ ഒരു പ്രബല മതം പൗലോസിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്, ക്രിസ്തു മതത്തെ നശിപ്പിച്ചത് പൗലോസാണെന്ന് അവർ പറയും. കാരണം എന്താണെന്നറിയാമോ? പൗലോസിനെ അവർക്ക് പേടിയാണ്. ഹല്ലേലൂയ. കാരണം പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ ഗമാലിയേലിൻ്റെ ശിഷ്യനായിരുന്നു, പഴയ നിയമത്തിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും പഠിച്ച പരിസേയനായ ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ച തീവ്ര യഹൂദ മതവിശ്വാസിയായ ഹല്ലേലൂയ യേശുക്രിസ്തുവിനെയും തിരുസഭയെയും ഉപദ്രവിച്ചിരുന്ന പൗലോസിനോട് സുവിശേഷം പറഞ്ഞതും വിശ്വാസം കൊടുത്തതും ആരാണ്? യേശുക്രിസ്തുവാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ, ഉത്ഥിതനായ ക്രിസ്തുവിനെ നേരിൽ സ്വർഗീയ പ്രഭയിൽ കണ്ടതുകൊണ്ടാണ് ഇത്ര ഭീകരനായിരുന്ന സാവൂൾ പൗലോസായി മാറിയത്. പൗലോസിൻ്റെ മാനസാന്തരമാണ് താത്വികമായി പറഞ്ഞാൽ, ലോകത്തിലെ താത്വികന്മാർ പറയുന്നത് പൗലോസിൻ്റെ മാനസാന്തരമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ താത്വിക അടയാളം, ഉറപ്പ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ സ്വർഗീയ പ്രഭയിൽ കണ്ട സാവൂളിൻ്റെ മാനസാന്തരത്തിൽ അവൻ അനുഭവിച്ചറിഞ്ഞ് വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ വളരെ കരുത്തോടെ എഴുതി സഭയ്ക്ക് കൊടുത്തതുകൊണ്ടും ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടും ഒരു പ്രബല മതം പൗലോസിനെ ഏറ്റവും വലിയ ശത്രുവായി കാണുകയാണ്. അതിനൊക്കെ അപ്പുറം ഒരു കാരണമുണ്ട്. എന്താണെങ്കിലും നമ്മൾ എടുത്തതല്ലേ, വായിച്ചിട്ട് പോകാം. ഗലാത്യ ലേഖനം 1:7-9 വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷം ഇല്ല, എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുവാനായി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായി മറ്റൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ബൈബിൾ കൃത്യമായി പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ആ ഒരു കാര്യത്തെ ശപിച്ചു തള്ളിയതാണ്. ലോകത്തിലൊരു പ്രബല മതവിവാഹം പറയുന്നത് മാലാഖ വന്നു കാര്യം പറഞ്ഞെന്നാണ് പറയുന്നത്. ആ മാലാഖയെ ശപിച്ചിട്ടുണ്ട്. എവിടെ? ബൈബിളിൽ ശപിച്ചു തള്ളിയതാ. അത് ആ ദുരുപദേശത്തെ ബൈബിൾ ശപിച്ചു തള്ളിയതാ. ഇതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് പൗലോസിനെ ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും ദേഷ്യം പൗലോസിനോടാണ്, വിശുദ്ധ പൗലോസിനോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു മാലാഖ വന്ന് ഈ സുവിശേഷത്തിൽ, കാരണം മാലാഖയ്ക്ക് വീഴാൻ പറ്റും, മാലാഖമാർ വീണിട്ടുണ്ട് മുമ്പ്, മാലാഖയ്ക്ക് വീഴ്ച ഉണ്ടാകാം, അതുകൊണ്ട് മനുഷ്യന് വീഴ്ച ഉണ്ടാകാം. ഒരു മനുഷ്യൻ തന്നെയോ ഒരു മാലാഖ തന്നെയോ വന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായ ഒരു സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവചനം കൊണ്ട് മുദ്രയിട്ട പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് അടുത്തറിയാണെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. പേടിക്കരുത്, കുലുങ്ങരുത്. ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനം ശപിച്ചതെല്ലാം ശപിക്കപ്പെട്ടതായിരിക്കും. അതിന് അടയാളങ്ങൾ ഇന്ന് ലോകത്തെല്ലായിടത്തും കാണാനും സാധിക്കും. കണ്ണു തുറന്ന് നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകസമാധാനത്തെ കാർന്നു തിന്നുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു കാര്യം മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വാസത്തിൽ ഉറയ്ക്ക് പ്രാർത്ഥിക്ക്.
സ്നേഹത്തിൽ നിൽക്കുക. ആരെയും ഒരു മനുഷ്യനെ വെറുക്കരുത്. അവൻ്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിറമോ പ്രത്യേകതയോ ഭാഷയോ പാണ്ഡിത്യമോ വിദ്യാഭ്യാസമോ ജീവിതാവസ്ഥയോ നോക്കി ഒരുവനെയും വെറുക്കാൻ പാടില്ല. പക്ഷേ ഒരുവൻ്റെയും അബദ്ധ വിശ്വാസത്തെ നമ്മൾ ആഗിരണം ചെയ്യാനോ ആലിംഗനം ചെയ്യാനോ പാടില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യർക്കും ഒറ്റ സൃഷ്ടാവേ ഉള്ളൂ, പ്രപഞ്ചത്തിൽ ഒറ്റ സൃഷ്ടാവേ ഉള്ളൂ. സകല മനുഷ്യരുടെയും ദൈവനിഷേധികൾക്കും ദൈവമായ സൃഷ്ടാവ്, അവരെയും ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവനിഷേധികളെയും ക്രിസ്തീയ നിഷേധികളെയും ബൈബിൾ വിരോധികളെയും നമ്മൾ സ്നേഹിക്കണം. പക്ഷേ അവരുടെ വിശ്വാസത്തോടോ അവരുടെ പ്രഖ്യാപനങ്ങളോടോ ഒരു തരണത്തിലും നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് സ്വർഗം ശപിച്ചു തള്ളിയതാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതുകൊണ്ട് ആരെയും വെറുക്കരുത്. ഒരു മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഏതെങ്കിലും വ്യത്യാസത്തിൻ്റെ പേരിൽ ഒന്നിനെയും വെറുക്കാൻ പാടില്ല. ഒരു മനുഷ്യനെയും നമ്മൾ വെറുക്കാൻ പാടില്ല. പക്ഷേ അബദ്ധ വിശ്വാസങ്ങളെ ഒന്നും നമ്മൾ ആലിംഗനം ചെയ്യാനോ കൂട്ടിച്ചേർത്ത് വെക്കാനോ പാടില്ല. വി ഷുഡ് ഹാവ് ആൻ എക്സ്ക്ലൂസീവ് ഫെയ്ത്ത് ആൻഡ് ആൻ ഇൻക്ലൂസീവ് ലവ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശാന്തമായി തിരിച്ചു വരാം. ഹല്ലേലൂയ. യേശയ്യാ പ്രവചനം വീണ്ടും പഴയ നിയമത്തിലേക്ക് പോവുകയാണ്. യേശു ആരാണെന്ന് കാണാനായിട്ട് പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യേശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. മതി. ഇതൊരു പ്രവചനമാണെന്ന് നമുക്കറിയാം. ആരെ പറ്റിയുള്ള പ്രവചനമാണിത്? സ്നാപക യോഹന്നാനെ പറ്റിയുള്ള പ്രവചനമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ പുസ്തകം വരുന്നില്ലേ? ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്നാപക യോഹന്നാൻ എന്താ പറയുന്നത്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ ആണല്ലോ. ആണോ? യേശയ്യാ 40 അതിൻ്റെ 3 നമ്മളെന്താ വായിക്കുന്നത്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, യഹോവയ്ക്ക് വഴി. അപ്പം സ്നാപയോഹന്നാൻ്റെ ശബ്ദം മരുഭൂമിയിൽ, അവൻ ആർക്കാ വഴി ഒരുക്കുന്നേ? യഹോവയ്ക്ക്. സ്നാപയോഹന്നാൻ ആർക്കാ വഴി ഒരുക്കിയത്? യഹോവയ്ക്ക്. ഇനി പ്രായോഗികമായിട്ട് ആർക്കാ സ്നാപയോഹന്നാൻ വഴി ഒരുക്കിയത്? യേശു ക്രിസ്തുവിന്. യേശു ക്രിസ്തു ആരാ? യഹോവ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. സ്നാപകന് വഴിയൊരുക്കിയത് യേശു ക്രിസ്തുവിന്. യേശു ക്രിസ്തു ആരാണ്? യഹോവ. വീണ്ടും 43 എന്താ പറയുന്നത്? വീണ്ടും എന്താ പറയുന്നത്? നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിന്. ആരാ യേശു ക്രിസ്തു? നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം. അപ്പം എന്താ ബൈബിളിൽ പറയുന്നത്? യേശു ക്രിസ്തു യഹോവയും ദൈവവുമാണെന്ന് യേശയ്യാ 40:3 പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ വ്യാഖ്യാനിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശു എന്തിനു പ്രാർത്ഥിച്ചു? അതിനൊക്കെ നമുക്ക് ഉത്തരവുണ്ട്. നമ്മൾ അതിലേക്ക് വരും. മനുഷ്യാവതാരത്തിന് മുമ്പുള്ള സംഭവമൊന്നും അല്ല അവർ പറയുന്നത്. നമ്മൾ ആരാധിക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ദൈവം കാണപ്പെട്ടു വന്നതുകൊണ്ടാണ് അവനെ നമ്മൾ ആ രീതിയിൽ ആരാധിക്കുന്നത്. യേശുവേ സ്തോത്രം. യേശു ദൈവമാണെന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമം ഇല്ലെങ്കിൽ എങ്ങനെ? പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമമാണ് പുതിയ നിയമത്തിന് ബലവും കൂടി കൊടുക്കുന്നത്. പഴയ നിയമം യേശു ക്രിസ്തു ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, സഭ ഉണ്ടാക്കിയ ഒരു വേഷം കെട്ടാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം പഴയ നിയമം പഠിപ്പിക്കുന്നു യേശു ദൈവമാണെന്ന്. ഹല്ലേലൂയ. സാത്താനോടാ ദൈവം പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ കൊണ്ടുപോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ. ദൈവം അവിടെ ഒരു വളരെ മനോഹരമായ ഒരു രഹസ്യവും കൂടി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനം തിരിച്ചു വരാം. യേശയ്യാ പ്രവചനം 9:6 വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. യേശയ്യാ പ്രവചനം 9:6 നിങ്ങൾക്ക് മനഃപ്പാഠമാണ്. അതുകൊണ്ട് ഞാനത് പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അറിയപ്പെടും.
ഇതിനെ നിഷേധിക്കുന്നവരെല്ലാം ഈ വചനം ലംഘിക്കുന്നു. യേശുക്രിസ്തു എങ്ങനെ അറിയപ്പെടണം? യേശുക്രിസ്തു എങ്ങനെയൊക്കെ അറിയപ്പെടണം? വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വെറും പ്രവാചകനായി കരുതുന്നത് ദൈവനിഷേധമാണ്, വചനവിരുദ്ധമാണ്. ഒരു ലോകത്തിലെ ഒരു മതഗ്രന്ഥം പറയും, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ എടുത്ത് വായിക്ക്. യേശു ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നിത്യപിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടുന്നില്ലെങ്കിൽ ലംഘനമാത്, വചനലംഘനമാത്. യേശുക്രിസ്തു ശക്തനായ ദൈവവും നിത്യനായ പിതാവും വിസ്മയനായ ഉപദേഷ്ടാവും ആധിപത്യം ചുമലിലേറ്റിരിക്കുന്ന രാജാവും അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് പാപമാണ്, അത് ലംഘനമാണ്, വചനലംഘനമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ ദൈവത്തിന് വഴി ഒരുക്കുവിൻ ആണല്ലോ. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23 എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23 എന്താ പറയുന്നത്? ദൈവം നമ്മോട് കൂടെ. യേശയ്യ 9:6 എന്താ പറഞ്ഞേ? അവൻ ശക്തനായ ദൈവം. ഇപ്പോൾ അവൻ ആരുടെ കൂടെ? നമ്മോട് കൂടെ. അപ്പോൾ 7:14, യേശയ്യ 7:14 മത്തായി 1:23 പൂർത്തിയാകുമ്പോൾ ശക്തനായ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു, അവൻ കൂടാരം അടിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ആരാണ്? ദൈവമാണ്. അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് അവൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പും മനുഷ്യാവതാരത്തോട് ചേർന്നും പറയുന്ന വാക്യങ്ങൾ എടുത്തിട്ട് മാത്രമേ പിന്നീടുള്ള വാക്കുകളുടെ അർത്ഥങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിൻ്റെ 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ജ്ഞാനികൾ, കിഴക്കിൻ്റെ ജ്ഞാനികൾ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ജ്ഞാനികൾ കുഞ്ഞിനെ ശ്രദ്ധിക്കുക, ഈ കുരിശുമരണം സംഭവിച്ചിട്ടില്ല, വെള്ളം വീഞ്ഞാക്കിയില്ല, ലാസറിനെ ഉയർപ്പിച്ചില്ല, ഹല്ലേലൂയ, പുനരുത്ഥാനം സംഭവിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് വന്നില്ല, പുതിയ നിയമപുസ്തകങ്ങൾ ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. ജ്ഞാനികൾ ഈ കുഞ്ഞിനെ കണ്ടിട്ട് എന്ത് ചെയ്തു? കുമ്പിട്ട് ആരാധിച്ചു. എന്താ അവന് കൊടുത്തത്? അവർ പൊന്നും മീറയും കുന്തിരിക്കവും. ഈ 3 വസ്തുക്കൾ യഹൂദ പശ്ചാത്തലത്തിൽ എവിടെ മാത്രം കാണുന്നതാണ്? ഒരുമിച്ച് ആത്മീയ മണ്ഡലം കൊട്ടാരത്തിൽ കാണുമായിരിക്കും. അതിവിശുദ്ധ സ്ഥലത്ത് വാഗ്ദാന പേടകത്തിൽ കാണുന്നതാണ്. ഓർക്കുന്നുണ്ടോ? വാഗ്ദാന പേടകത്തിലേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ ധൂപം, ഇൻസെൻസ്, സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകൾ ധൂമപടലം പോലെ ഉയരുന്നു ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക്. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വർണ്ണം കൊണ്ടാണല്ലോ വാഗ്ദാന പേടകം, ഓർമ്മയുണ്ടല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതിവിശുദ്ധ സ്ഥലമാക്കി മാറ്റി യേശു ഇരിക്കുന്ന സ്ഥലം. കാരണം അവൻ ദൈവമാണ്, അവൻ ദൈവമാണ്. അവനെ കുമ്പിട്ട് ആരാധിച്ചു. അത് മറ്റേ വിട്ടേക്ക്, മറ്റേതിനെപ്പറ്റി സ്വന്തം കുന്തിരിക്കം മീറ വിട്ടേക്ക്, അതിനെപ്പറ്റി തല പോയിക്കണ്ട. അവനെ കുമ്പിട്ട് ആരാധിച്ചു. കുഞ്ഞായിരിക്കുമ്പോഴേ അവനെ അവർ ആരാധിച്ചു. ജ്ഞാനികൾ യേശുക്രിസ്തുവിനെ ആരാധിക്കും. ഉണ്ണീശോയെപ്പറ്റി ചില ആളുകളൊക്കെ പരിഹസിച്ച് പറയാറില്ലേ? യേശുക്രിസ്തുവിനെ ബൈബിളിൽ കുഞ്ഞായിരിക്കുമ്പോഴേ ആരാധിച്ചു. അപ്പോൾ നിത്യതയിലെ യേശുക്രിസ്തു ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അവനെ ആരാധിക്കുന്നു ജ്ഞാനികൾ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലും അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 24-ാമത്തെ അധ്യായം എടുത്ത് 52-ാമത്തെ വാക്യം. ലൂക്കായുടെ സുവിശേഷം 24:58. ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്യുകയാണ്, ശിഷ്യന്മാർ കൂടെ നിൽക്കുകയാണ്. ശിഷ്യ സമൂഹം യേശുവിനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. സ്വർഗ്ഗാരോഹണ മലയിൽ യേശുവിനെ
അപ്പസ്തോലന്മാർ ആരാധിച്ചു. യേശുക്രിസ്തു ശിശുവായിരുന്ന സമയത്ത് അവൻ ആയിരുന്ന സ്ഥലത്ത് വന്ന്, ഭവനത്തിൽ വന്ന് യേശുവിനെ ജ്ഞാനികൾ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് പുതിയ നിയമപുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിന് ജ്ഞാനസ്നാനം കഴിഞ്ഞോ? ഇല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, അന്നും അവനെ ദൈവമായി കണ്ട് ആരാധിക്കാൻ ദൈവം അനുവദിച്ചെങ്കിൽ, സ്വർഗാരോഹണം അവസാന നിമിഷം, അവൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ ആരാധനയ്ക്ക് ഭൂമി മനുഷ്യാവതാരത്തിലായിരുന്ന സമയത്തും അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായലേഖനം 1:6 മറക്കരുത്. എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന? ഹെബ്രായർ 1:6. തൻ്റെ ആദിജാതനെ, അതിന് ഈ ആദിജാതൻ, ഏകജാതൻ, ഈ 2 ബൈബിൾ വാക്കുകൾക്ക് പ്രത്യേക അർത്ഥമുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് വായിക്കുന്ന അർത്ഥത്തിൽ എടുക്കരുത്. അതിന് യഹൂദ പശ്ചാത്തലത്തിൽ അർത്ഥമുണ്ട്. പിന്നീട് നമ്മളത് കാണും. അപ്പോൾ തൻ്റെ ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവം പറഞ്ഞു, പിതാവായ ദൈവം പറഞ്ഞു, ദൈവദൂതന്മാരെല്ലാവരും അവനെ ആരാധിക്കട്ടെ. അപ്പം മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തു മാലാഖമാരാൽ ആരാധന സ്വീകരിച്ചവനാ. ഹല്ലേലൂയ. ദൈവം കൽപ്പനയിട്ടു. ഒരുപക്ഷെ മാലാഖമാർക്ക് സംശയം തോന്നിയേക്കാം, മനുഷ്യനായിരിക്കുന്ന യേശുവിനെ ആരാധിക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ ഞങ്ങൾ അവനെ ആരാധിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ മനുഷ്യരൂപത്തിലാണ്. മനുഷ്യനെ ആരാധിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം പോലും പിതാവാദേവ് എടുത്തു മാറ്റിക്കൊണ്ട് പറയുകയാണ്, മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ കൽപ്പന മാലാഖമാർക്ക്, ദൈവദൂതന്മാർക്ക് കൊടുക്കുന്നത് പിതാവായ ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ എപ്പോഴും മാലാഖമാർ സ്വർഗത്തിലും ഭൂമിയിലും ആരാധിക്കുന്നു എന്ന് തിരിച്ചറിയുക. മാലാഖമാർക്ക് ഭൂമിയിലും വന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെന്നും തിരിച്ചറിയുക. ഹല്ലേലൂയ. അതിൻ്റെ 7-8 കൂടി ഒന്ന് വായിച്ചേ. ഹെബ്രായർ 1:7-8 കൂടി ഒന്ന് വായിച്ചേ. ദൈവം, പിതാവായ ദൈവം തൻ്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കി. ആമേൻ. അടുത്ത വാക്യം, ശ്രദ്ധിച്ച് വായിക്കുക. വളരെ സൂക്ഷിച്ച് വായിക്കുക. എന്നാൽ പുത്രനെ പറ്റി പിതാവായ ദൈവം ഇങ്ങനെ പറയുന്നു, ദൈവമേ. പുത്രനെ പിതാവ് വിളിക്കുന്നത് എങ്ങനെയാ? ദൈവമേ. പിതാവായ ദൈവം മനുഷ്യാവതാരം ചെയ്ത പുത്രനായിരിക്കുന്ന, ആ പുത്രൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. നമുക്ക് പിന്നീട് ഭാവിയിൽ ഒരു സമയത്ത് നമുക്കത് കാണാം അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ബൈബിൾ കൊടുത്തിരിക്കുന്ന അർത്ഥം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പുത്രനെ പറ്റി പറയുന്നു ദൈവമേ. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ പറ്റി, യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ. എന്നിട്ട് എന്താ പറഞ്ഞേ? നിന്റെ അങ്ങയുടെ സിംഹാസനം, ആമേൻ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു, അങ്ങയുടെ സിംഹാസനം. ദൈവമേ. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് ദൈവമേ എന്നാണ്. ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആര് പറഞ്ഞു യേശുക്രിസ്തു ദൈവമല്ലെന്ന്? ദൈവം പറഞ്ഞു യേശു ദൈവമാണെന്ന്. ഹല്ലേലൂയ. ആരാധിക്കാൻ മാലാഖമാർക്ക് കൽപ്പന കൊടുത്തു, ജ്ഞാനികൾക്ക് പ്രചോദനം കൊടുത്തു, അപ്പസ്തോലന്മാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൽപ്പന കൊടുത്തു എങ്കിൽ ആർക്ക് നിഷേധിക്കാൻ പറ്റും യേശു ദൈവമാണെന്ന്? ഹല്ലേലൂയ. ദൈവമല്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സംശയം ഉണ്ടാകരുത്, ഒരു കുലുക്കും ഉണ്ടാകരുത്. അപ്പോൾ ഏകജാതൻ, ആദിജാതൻ, ദൈവപുത്രൻ, ഈ മനുഷ്യപുത്രൻ, ഈ 4 വാക്കുകളുടെ അർത്ഥം നമ്മൾ പിന്നീട് കാണും. യേശുവിൻ്റെ പ്രാർത്ഥന, പിതാവെ മാത്രം അറിയുന്നു. ഹല്ലേലൂയ. ഇതുപോലെയുള്ള ബൈബിളിലെ ചില പ്രയോഗങ്ങളുടെ അർത്ഥം നമ്മൾ പിന്നീട് ഭാവിയിൽ ഒരു സെഷനെ നമ്മൾ കാണും, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്കതിനുള്ള അവസരമില്ല, സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഇത്ര നമ്മൾ കണ്ടതെല്ലാം, ഇതെല്ലാം ഈ പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്, ആണല്ലോ. ഇപ്പം ദൈവമേ എന്ന് വിളിച്ചു പറയുന്നത് പുതിയ നിയമം എഴുതപ്പെടുന്നതിന് ഉണ്ടായ കാര്യമാണ്. പുതിയ നിയമത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. മനുഷ്യാവതാരത്തിന് മുമ്പും നിത്യതയിലും മനുഷ്യാവതാരത്തോട് ചേർന്നും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കണ്ടത്. ഇനി പുതിയ നിയമ പേജുകളിൽ യേശു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്ന നിരവധിയായ വാക്യങ്ങളുണ്ട്. ഞാൻ 1-2 മാത്രം പറയാൻ ആഗ്രഹിക്കുക. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് എനിക്ക് പോകണം. ഇതിനോട് ചേരുന്ന മറ്റൊരു വിഷയത്തിലേക്ക് പോകാനുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഞങ്ങളുടെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന എല്ലാം പരിശോധിക്കാൻ സമയമില്ല. പക്ഷേ നമുക്ക് കുറേ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് 1-2 വാക്യങ്ങളൊന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. റോമാലേഖനം
9:5. റോമാലേഖനം 9:5. പൂർവ്വപിതാക്കന്മാരും അവരുടേത് തന്നെ, യഹൂദന്മാരുടേത് തന്നെ, ക്രിസ്തുവും വംശമുറയ്ക്ക് മനുഷ്യാവതാര പ്രകാരം അല്ലെങ്കിൽ മനുഷ്യജന്മപ്രകാരം വംശമുറയ്ക്ക് മനുഷ്യനായ എന്ന നിലയിൽ യേശു അവരിൽ നിന്നുള്ളവൻ തന്നെ എന്ന് പറഞ്ഞാൽ യേശു സത്യമനുഷ്യനാണ്. അവൻ സത്യമായും ആരാണ്? മനുഷ്യനാണ്. അവൻ വംശമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ വംശമുറ ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ട്? യേശു ഉണ്ട്. ഇപ്പോൾ അവൻ വംശത്തിലേക്ക് വന്നു, ആ വംശമുറയിലേക്ക് വന്നു. വംശമുറയ്ക്ക് അവൻ അവരിൽ നിന്നുള്ളവൻ തന്നെയാണ്. എന്നാൽ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആരാധ്യനുമാണ്. എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അവൻ സർവാധിപനായ ദൈവമാണ്. പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ ഇവിടെ കൃത്യമായി അവൻ സത്യ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ സർവാധിപനായ ദൈവവും വാഴ്ത്തപ്പെട്ടവനുമാണ്.